ഹായ് ഹലോ, ദേവൂസ് തേജോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുക്കിംഗ് വീഡിയോ ആയിട്ടൊന്നുമല്ല, വൃത്തിയായിട്ട് എങ്ങനെ ബുക്ക് പൊതിയാമെന്നത് കാണിക്കാനായിട്ടാണ്. അപ്പോൾ വീഡിയോസ് എല്ലാം ഇഷ്ടമായ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സ്കൂളൊക്കെ തുറക്കാറായല്ലോ, അപ്പോൾ എല്ലാ വീടുകളിലും കണ്ടുവരുന്ന ഒരു കലാപരിപാടിയാണല്ലോ ബുക്ക് പൊതിയൽ. അപ്പോൾ എങ്ങനെ വൃത്തിയായിട്ട് വളരെ ഈസി ആയിട്ട് ബുക്ക് പൊതിയാമെന്ന് നമുക്ക് നോക്കിയാലോ. ഈ ഒരു ടൈപ്പ് ബ്രൗൺ പേപ്പറാണ് എപ്പോഴും ഞങ്ങൾ പൊതിയാനായിട്ട് ഇവിടെ വാങ്ങിക്കുന്നത്. ഇനി ബ്രൗൺ പേപ്പറിൻ്റെ റോളൊന്ന് നിവർത്തി വെച്ചിട്ട് പൊതിയാനായിട്ടുള്ള ഒരു ടെക്സ്റ്റ് എടുത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ നീളം വീതിയെല്ലാം നോക്കി കറക്റ്റായിട്ട് ഒന്ന് മുറിച്ചെടുത്തിട്ട് വരാം. ഇനി മുറിച്ചെടുത്ത പേപ്പറിൻ്റെ സെൻറ്ററിലായിട്ട് ടെക്സ്റ്റ് എടുത്ത് വെച്ചതിന് ശേഷം രണ്ട് വശവും ഒരേപോലെ പിടിച്ചൊന്ന് നന്നായിട്ട് മടക്കിയെടുക്കാം. അതിൻ്റെ രണ്ടറ്റവും ഒരുപോലെ പിടിച്ചതിന് ശേഷം ഒരു ഭാഗം എടുത്തിട്ട് അകത്തെ പേജിലേക്ക് മടക്കി കൊടുക്കാം. അങ്ങനെ നമുക്ക് രണ്ട് വശവും അകത്തെ പേജിലേക്ക് മടക്കി കൊടുത്ത് നല്ലതുപോലെ കൈവച്ച് അമർത്തി തേച്ചെടുക്കാം. അങ്ങനെ ടെക്സ്റ്റിൻ്റെ രണ്ടറ്റവും അകത്തേക്ക് മടക്കി വെച്ചതിന് ശേഷം ഇതിൻ്റെ കോണുഭാഗം 4 വശത്തെയും കോണുഭാഗം നമുക്ക് ട്രയാങ്കിൾ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ട്രയാങ്കിൾ ഷേപ്പ് കട്ട് ചെയ്തതിന് ശേഷം അത് വീണ്ടും അകത്തേക്ക് മടക്കി വെച്ച് കൊടുക്കാം. അങ്ങനെ ടെക്സ്റ്റിൻ്റെ 4 വശവും അതേപോലെ തന്നെ അകത്തേക്ക് മടക്കി വെച്ച് കൊടുക്കാം. അങ്ങനെ 4 വശവും മടക്കിയതിന് ശേഷം ടെക്സ്റ്റ് ഒന്ന് നിവർത്തിയിട്ട് അതിൻ്റെ കോണുവശം ഒന്നുകൂടെ അകത്തേക്ക് മടക്കി കൊടുക്കും. അങ്ങനെ നമ്മൾ അകത്തേക്ക് മടക്കി കൊടുക്കുമ്പോൾ അത് പുറത്തേക്ക് തള്ളി നിൽക്കുകയോ പെട്ടെന്ന് അഴിഞ്ഞു പോവുകയോ ഒന്നും ചെയ്യത്തില്ല. ബാക്കിയുള്ള ടെക്സ്റ്റും ബുക്സും എല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് പൊതിഞ്ഞെടുത്തുകൊണ്ട് വരാം. അങ്ങനെ നമ്മുടെ ബുക്കെല്ലാം അതുപോലെ ഒന്ന് പൊതിഞ്ഞെടുത്ത് സ്റ്റെപ്ലയർ പിന്ന് വെച്ചൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതിന് ശേഷം നമുക്ക് നെയിം സ്ലിപ്പ് ഒട്ടിച്ചെടുക്കാം.
ബ്രൗൺ പേപ്പർ നമ്മൾ പൊതിയാനെടുത്തപ്പോഴത്തേക്കും ബുക്കിൻ്റെ നീളവും വീതിയൊക്കെ കറക്റ്റ് നോക്കി കട്ട് ചെയ്തതിനാൽ നമുക്ക് അധികം ബ്രൗൺ പേപ്പർ വേസ്റ്റ് പോയിട്ടില്ല. വളരെ പെട്ടെന്ന് തന്നെ വൃത്തിയായിട്ട് നമുക്ക് പൊതിഞ്ഞെടുക്കാൻ പറ്റി. അപ്പം നിങ്ങളും ഇങ്ങനെയൊക്കെയാണ് ബുക്ക് പൊതിയുന്നതെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.